മതി കളിച്ചത്, വാ പോവാം. മതി മതി, നാളെ വരുമ്പോ കളർ പെൻസിലും ഉണ്ട് തന്നെ. നളിനി, നിന്റെ അമ്മാവൻ വന്നിരുന്നു കല്യാണക്കാര്യം സംസാരിക്കാൻ. എന്നാ എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. പിന്നെ ആലോചിച്ചത് ഞാൻ, നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം, നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന്. അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി. നടക്കണ വഴിക്ക് തെളിക്കാന്ന് ഞാനും നിശ്ചയിച്ചു. അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമോ എന്തോ. രണ്ടാനമ്മയായി പോയില്ലേ. നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്തപ്പേരലേ ഉണ്ടാവുള്ളൂ. അതെന്റെ വിധി. നിശ്ചയം ഇവിടെ തന്നെ നടത്താം. എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറ അമ്മാനോട്. ഇനി വരന്റെ ജാഥ അങ്ങോട്ട് കൊടുക്ക. ലീലാവതിനെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇപ്പൊ പിന്നാലെ വരുന്ന പറഞ്ഞതാ. നീ പാല് കുടിക്ക. നിങ്ങൾ ഇരിക്കും, ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. ജാതക പൊരുത്തമൊക്കെയുള്ള സ്ഥിതിക്ക് ഇനി തീയതി അങ്ങോട്ട് കുടിക്കാം. മുഹൂർത്തമുള്ള ദിവസങ്ങൾ നോക്കി ഇങ്ങോട്ട് പറയാച്ചാൽ എപ്പോഴത്തേക്കാ വേണ്ടത് തീരുമാനിക്കാം. ശരിക്ക് പറഞ്ഞ ഇളയമ്മന്നെയാണോ ഇതൊക്കെ ചെയ്യണമെന്ന് പറയണമെന്ന് എനിക്ക് വിശ്വാസം വരണില്ല. ഭൂലോകത്ത് അങ്ങനെ ചില മഹാത്ഭുതങ്ങൾ നടക്കുമായിരിക്കും. ഏതായാലും 20-നും 30-നും ഇടയിലായാലും നന്നായിരിക്കും. ആ വഴിക്ക് നോക്കണതിന് മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും തൊട്ടുകൂടായികയോ അങ്ങനെ എന്തെങ്കിലും. അല്ല, അതുകൂടെ നോക്കണമല്ലോ. ഇരുപത്തഞ്ചാം തീയതി 10-നും 10:45 ഇടയിൽ സർവ്വവിധത്തിലും ശുഭമായ ഒരു മുഹൂർത്തമുണ്ട്. എന്നാ അന്ന് തന്നെ ആവാം.
കല്യാണമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലല്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽ മാലയിട്ട ഈ കഴുത്തിലൊരു പൊന്നൂടെ കെട്ടിക്കാൻ. നഷ്ടം എന്റെയും കൂടി ആണെങ്കിലും നീ ചെയ്തത് വലിയ കടുങ്കൈയായിപ്പോയി മോളെ. ഉണ്ണി പോയി എന്നുള്ള വേദനക്കാളും നിന്റെ ഈ കോലമാണ് എന്റെ ചങ്ക് പൊട്ടിക്കുന്നത്. എന്റെ ഉണ്ണിയേട്ടനെ കൊന്നവരോട് പക വീട്ടാൻ വേറെന്താ അമ്മാവ് എനിക്ക് ചെയ്യാൻ കഴിയാ? വീൺവാക്ക് എന്തിനാ മോളെ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലിലാ പഴിയാരാൻ പറ്റുക? പ്രാഗി കൊന്നു, കൂടോത്രം ചെയ്ത് കൊന്നു, 4 ആളെടുത്ത് പറഞ്ഞു ഫലിപ്പിക്കാൻ വയ്ക്കുവോ? അങ്ങനെയല്ല അമ്മാവാത്. വേറെ എങ്ങനെയാന്ന് എനിക്ക് പറയാനും അറിയില്ല. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങുള്ളിൽ എവിടെ ഇരുന്നിട്ട് ചിലപ്പോ ഉണ്ണേട്ടൻ തന്നെയാ തോന്നുന്നുണ്ട് പറയണത് കൊന്നതാണെന്ന്. കരേണ്ട അടുത്ത് കരണ്ട. അതല്ല ഈ വൈറ്റ് ആണോ? നെക്സ്റ്റ് അതല്ല. സുഗതൻ എടാ ഓസി തോമാച്ച. ഓസി തോമാച്ച. പഠിക്കുന്ന കാലത്ത് 3 കൊല്ലം ഒന്ന് കരഞ്ഞാ മറ്റതും കരയും, ഒന്നിന് പനിച്ചാ മറ്റേനും പനിക്കും. ശരിക്കും ടിൻസിനെ പോലായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം. ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം, സോപ്പ് മുതൽ കഞ്ചാവ് ബീഡി വരെ. എടോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറിയില്ല എങ്ങനെ? അതെന്താ എതിർപക്ഷം? കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില്? അപ്പോ ഐക്യമുന്നണിയല്ലേ? താനിപ്പോഴും ഏകവചനം? അസലായിട്ടുണ്ട്. ആരാ പ്രിപ്പറേഷൻ ഒക്കെ? സെൽഫ്? അതെ അതെ അതെ. എടാ സുഗത, വെറുതെ ഡമ്പടിക്കുക. ഒക്കെ ത്രേസ്യാമ്മയുടെ ഏർപ്പാടാ. എവള് വെച്ചാ ഒന്നിന് ഉപ്പുണ്ടേ മുള ഉണ്ടാവത്തില്ല, മുള ഉണ്ടേ ഉപ്പും ഉണ്ടാവത്തില്ല. സാരമില്ല ആലീസേ, ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയാ. നിന്റെ ദുഃഖാടനത്തിൽ ചേരാൻ ഒരു കല്ല് ഞാനും ഇട്ടു, അത്ര തന്നെ. ശവത്തിൽ കുത്തണ്ട. ഇതുപോലൊരു വലിയ കല്ല് തന്നെയാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നാനാവിധാക്കിയത്. അറിയാൻ എനിക്ക് നന്നായി. ഇപ്പൊ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ വരണത്? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന നീ പറയണേ? ഇല്ല, ചെയ്തില്ല. ചെയ്തതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ടാണല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ സ്നേഹിച്ച ആളുടെ സാന്നിധ്യം ചൂടി നിൽക്കാൻ കഴിയണേ. ഇതാ ഇതില് നന്ദിയുണ്ട്. നന്ദി. പോ. കുറെ അതിൽ കിടക്കണുണ്ട് നിന്റെ ഈ പ്രസംഗം. ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കല്ല ചെയ്യണത്, കൂട്ടുക. നിന്റെ ഈ സന്യാസി തുണിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടുമല്ല, അതും പറഞ്ഞേക്കാം. ഗോപന് തോൽവി ഇഷ്ടമല്ല, അതുകൊണ്ടാ. വരട്ടെടി രമ്പേ.